പുലിപ്പല്ലി കേസിൽ റാപ്പർ വേടൻ പുലിവാലി പിടിച്ചിരിക്കുകയാണ്. പുലിപ്പല്ലി കൈവശം വെച്ച കേസിൽ റാപ്പർ വേടനെ 2 ദിവസത്തെ വനംവകുപ്പ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് കോടതി. ജാമ്യാപേക്ഷ വെള്ളിയാഴ്ച പരിഗണിക്കും. വേടനെ പുലിപ്പല്ലി നൽകിയ രഞ്ജിത്ത് കുമ്പിടിയെ കണ്ടെത്താനുള്ള ശ്രമവും ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. മൃഗവേട്ടയടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് വനംവകുപ്പിന്റെ കേസ്. മദ്രാസിലൊരു ഗാനമേള ഇവരുടെ ഈ റാപ്പ് പരിപാടി അതിൽ ഇടയ്ക്ക് ഒരു ആരാധകൻ കൊടുത്തതാണ്. അപ്പോൾ അവർ അയാൾ കൂടെ വേറെ കുറച്ച് പേരുണ്ടായിരുന്നു. അതിൽ തന്നെ UK ഫ്രാൻസ് പൗരത്വമുള്ളവരാണ്. ഹണ്ടിങ് ആണ് ഇമ്പോർട്ടൻറ്റ് വകുപ്പ്. അതിൽ 3 to 7 years വരെ പണിഷ്മെൻ്റ് ഉണ്ട്, മാക്സിമം 7. അനധികൃതമായി ഇത് കയ്യിൽ വെക്കുന്നത് അതും കുറ്റകരമാണ്. ഇപ്പോൾ പുലിപ്പല്ലാണെന്നോ ഒറിജിനലാണോ ഒന്നും അദ്ദേഹത്തിന് അന്ന് അറിയില്ലെന്നാണ് പുള്ളി പറയുന്നത്. യഥാർത്ഥ പുലിപ്പല്ലാണോ എന്നറിയില്ല എന്നായിരുന്നു വേടന്റെ പ്രതികരണം. അതുകൂടി കേൾക്കാം. വേടന്റെ മാല എവിടുന്ന് കിട്ടിയാണ്? മാല എവിടുന്ന് കിട്ടിയാണ്? ഈ പല്ല് എവിടുന്ന് കിട്ടി? പുലിപ്പല്ല് എവിടുന്ന്? ഇപ്പൊ ഒന്നും പറയാൻ ഒരു വകുപ്പില്ല മക്കളെ. ഈ രഞ്ജിത്ത് കുമ്പിടി അറിയോ? അറിയില്ല. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഈ കഞ്ചാവ് കേസിനേക്കാൾ ഇപ്പോൾ വേടന് കുരുക്കായി മാറുന്നത് ഈ പുലിപ്പല്ലി കേസാണ്. 2 ദിവസത്തെ വനംവകുപ്പിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഈ 2 ദിവസത്തിനകം എന്തൊക്കെ പ്രതീക്ഷിക്കണം? ഈ ഫ്ളാറ്റിലുള്ള പരിശോധന, അതുപോലെ ഈ ലോക്കറ്റ് കെട്ടിയ പുലിപ്പല്ല് ഉപയോഗിച്ചുള്ള ലോക്കറ്റ് കെട്ടിയ ജ്വല്ലറിയിലുള്ള പരിശോധന, അതുപോലെ ഈ ലോക്കറ്റ് സമ്മാനിച്ചു എന്ന് പറയുന്ന ആരാധകനോ സുഹൃത്തോ ആയ ഈ രഞ്ജിത്ത് കുമ്പിടിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണം, വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് 2 ദിവസം നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം വിഷ്ണു? വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവ് സമാഹരണമാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആദ്യപടിയായാണ് ഇന്ന് വേടനെ എറണാകുളത്തെ ഫ്ളാറ്റിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള അംശങ്ങൾ ഈ ഫ്ളാറ്റിൽ നിന്ന് ലഭ്യമാക്കാനാകുമോ എന്നാണ് വനംവകുപ്പ് പരിശോധിക്കുന്നത്. നാളെ വിയ്യൂരിലെത്തി ഇത് കെട്ടി നൽകിയ ആളുടെ പക്കൽ എത്തിച്ച് വേടന്റെ പക്കൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തേടാനാണ് നിലവിൽ വനംവകുപ്പ് നിലപാട് സ്വീകരിക്കുന്നത്. അതിനുശേഷം നാളെ ഒരു ദിവസം ഒരുപക്ഷെ വേടൻ ജയിലിൽ കഴിയേണ്ടി വരും എന്നുള്ളതും ഏറ്റവും നിർണായകമായ കാര്യമാണ്. നാളെ 5 മണിയോട് ഒരു കസ്റ്റഡി കാലാവധി കഴിയും. പിന്നീട് വേടന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുക വെള്ളിയാഴ്ച മാത്രമാണ്. അതുകൊണ്ട് നാളെ ഒരു ദിവസം വേടൻ ജയിലിൽ കഴിയേണ്ടി വരും. ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ വേടൻ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ വനംവകുപ്പ് വേടന്റെ ജാമ്യത്തെ എതിർക്കാനുള്ള സാധ്യതയില്ല. മറ്റൊന്ന്, ഈ രഞ്ജിത്ത് കുമ്പിടി എന്ന് പറയുന്ന ആളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്. തമിഴ്നാട്ടിലൊരു പരിപാടിക്കിടയിൽ ആരാധകനായ രഞ്ജിത്ത് കുമ്പിടി തനിക്ക് പുലിപ്പല്ല് നൽകി എന്നുള്ളതാണ് വേടൻ വനംവകുപ്പിന് നൽകിയിരിക്കുന്ന മൊഴി. പക്ഷേ മാധ്യമങ്ങളോട് അയാൾ പറഞ്ഞത് അങ്ങനെയല്ല, മറ്റൊരു രീതിയിലാണ്. ഇത് പുലിപ്പല്ലാണെന്ന് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് വേടന്റെ പ്രതികരണം. എന്തായാലും രഞ്ജിത്ത് കുമ്പിടിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വനംവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. വേടന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ നിരീക്ഷിച്ചു വരികയാണ്. അതിലൂടെ ഈ രഞ്ജിത്ത് കുമ്പിടിയുമായി വേടൻ ചാറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് വനംവകുപ്പ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അയാൾ അതുവഴി ട്രേസ് ചെയ്ത് അയാളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. അങ്ങനെ അയാളെ പ്രതി ചേർക്കാനാകുമെന്നൊരു പ്രതീക്ഷയാണ് വനംവകുപ്പിനുള്ളത്. അയാൾ പ്രതിയായി കഴിഞ്ഞാൽ ഈ മൃഗവേട്ട എന്ന വകുപ്പ് അയാളിലേക്ക് മാറും. ഈ വേടനിലേക്ക് പിന്നെ ഉണ്ടാകുക ഈ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട അവർ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ചു അല്ലെങ്കിൽ കൈവശം വെച്ചു എന്നുള്ള വകുപ്പായിരിക്കും. മൃഗവേട്ട എന്ന പ്രധാന വകുപ്പ് രഞ്ജിത്തിലേക്ക് മാറുമെന്നാണ് വനവകുപ്പിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. വിശദമായ അന്വേഷണത്തിലേക്ക് വനവകുപ്പ് കടക്കുകയാണ്. ഇന്നലെ കഞ്ചാവ് പിടികൂടുന്നതിനിടയിലാണ് വേടന്റെ കഴുത്തിൽ കിടന്ന ഈ പുലിപ്പല്ലുള്ള മാല പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയും പിന്നീട് ഫോറസ്റ്റിനെ വിളിച്ചു വരുത്തി പരിശോധന നടത്തുകയും ചെയ്ത് പ്രാഥമിക പരിശോധന അത് പുലിപ്പല്ലാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇനി അതിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഹൈദരാബാദിൽ നിന്നാണ് വരേണ്ടത്. അതുകൂടി ലഭ്യമായ ശേഷമായിരിക്കും കടുത്ത നടപടിയിലേക്കൊക്കെ വനംവകുപ്പ് പോകാനുള്ള സാധ്യത. ഇന്നും നാളെയുമായി തെളിവ് സമാഹരണം നടത്തും. വിഷ്ണു, പോലീസിന്റെ കഞ്ചാവ് കേസിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ ഈ വേടൻ കഞ്ചാവ് കിട്ടിയത് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളുടെ സഹായിയിൽ നിന്നാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇതിന്റെ അന്വേഷണവും ചെന്നെത്തുന്നത്, ഇതിന്റെ വിവരശേഖരണവും ചെന്നെത്തുന്നത് സിനിമാ മേഖലയിലേക്ക് തന്നെയാണോ വിഷ്ണു? വേടനൊപ്പം ഉണ്ടായിരുന്ന വേടന്റെ മാനേജർ നൽകിയ മൊഴിയാണ് പോലീസിനെ അത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് പ്രേരിപ്പിച്ചിരിക്കുന്നത്. ചാലക്കുടി സ്വദേശിയായ ആഷിഖാണ് കഞ്ചാവ് കൈമാറിയത്. പക്ഷേ ആഷിഖിന് കഞ്ചാവ് ലഭിച്ചത് സിനിമാ അസിസ്റ്റന്റായ ഒരാളിൽ നിന്നാണെന്നാണ് ആഷിഖ് തങ്ങളോട് പറഞ്ഞത് എന്നായിരുന്നു വേടന്റെ ഈ മാനേജറുടെ മൊഴി. ആ മൊഴി കേന്ദ്രീകരിച്ച് ഈ 2 പേരെയും ട്രേസ് ചെയ്യാനുള്ള നടപടിയിലേക്കാണ് പോലീസ് കടക്കുന്നത്. നേരത്തെ തന്നെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ തന്നെ ഒരുപാട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതാണ്. കൊച്ചി സിറ്റി പോലീസ് അടക്കം അത്തരം ഇടപെടലുകളിലേക്ക് അല്ലെങ്കിൽ അത്തരം സെറ്റുകളിലേക്കൊക്കെ പരിശോധന, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളിലേക്കൊക്കെ പരിശോധന കൊണ്ടുപോകാനുള്ള ശ്രമമുണ്ടായിരുന്നു. ഇത് 5 ഗ്രാം കഞ്ചാവ് കേസാണ്. അതുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ജാമ്യം കിട്ടിയെങ്കിലും ഈ കേസിന്റെ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളിലേക്ക് എത്താനാകുമെന്ന പ്രതീക്ഷയാണ് നിലവിൽ തൃപ്പൂണിത്തുറ പോലീസ് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തുടർ അറസ്റ്റുകൾക്കും സാധ്യതയുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ടി കെ. ശരി, വിഷ്ണു സുരേഷ് വിശദമായ വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് നൽകുകയായിരുന്നു.